ഹായ് എവരിവൺ, വേദഗണിതം വേദിക് മാത്സിന്റെ 35-ാം അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹർദമായ സ്വാഗതം. ഈ ഒരു അധ്യായത്തിൽ നമ്മൾ പറയാൻ പോകുന്നത് ഡിവിസിബിലിറ്റി ഓഫ് 6 ആൻഡ് 7 ആണ്. അപ്പോൾ ഒരു നമ്പറിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണോ, അതുപോലെ 7 കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്. ഈ രണ്ട് റൂളാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് 6 എടുക്കാം, അല്ലെ? 2 മുതൽ 5 വരെ നമ്മൾ ചെക്ക് ചെയ്തതാണ് 6. ഒരു നമ്പർ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 6 ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ആ നമ്പർ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 2 ആൻഡ് 3 ആണോ ചെക്ക് ചെയ്യണം. ഒരു നമ്പർ 2 കൊണ്ടും 3 കൊണ്ടും കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണെങ്കിൽ 2 ആൻഡ് 3 രണ്ടും ചെയ്യാം. രണ്ട് റൂളും നമ്മൾ ചെക്ക് ചെയ്യണം. ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അത് 2 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണോ നോക്കണം, അതുപോലെ 3 കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണോ നോക്കണം. അത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ആ നമ്പർ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 6 ആയിരിക്കും. ഒരു എക്സാമ്പിൾ എടുക്കാം, സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ 66 എടുക്കാം. ഈ 66 കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 6 ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ചെക്ക് ചെയ്യേണ്ടത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 2 ആണോ ചെക്ക് ചെയ്യാം. അപ്പൊ നമുക്കറിയാം യൂണിറ്റ് പ്ലേസ് 6 ആയതുകൊണ്ട് ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ, അല്ലെ? ഡിവിസിബിൾ ബൈ 2 ആയിരിക്കും. സോ യൂണിറ്റ് പ്ലേസ് 6 ആയതുകൊണ്ട് ദിസ് നമ്പർ ഈസ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 2 ആണ്. ഇനി അതുപോലെ 6 പ്ലസ് 6 ഈസ് ഈക്വൽ ടു 12, അല്ലെ? അപ്പോൾ ഈ ഡിജിറ്റിന്റെ സമ്മ് 12 ആണ്, ഡിജിറ്റ് സമ്മ് 12 ആണ്. 12 ഈസ് ഡിവിസിബിൾ ബൈ 3 ആണ്, അല്ലെ? 12 എന്താണ്? ഡിവിസിബിൾ ബൈ 3 ആണ്. അങ്ങനെയാണെങ്കിൽ 66 ഈസ് ഡിവിസിബിൾ ബൈ 3. അപ്പോൾ 66 ഡിവിസിബിൾ ബൈ 2 ആണ്, ബിക്കോസ് യൂണിറ്റ് പ്ലേസ് ഈസ് എൻ ഈവൻ നമ്പർ, സോ ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 2. അപ്പോൾ 66 ഡിവിസിബിൾ ബൈ 2 ആണ്. അതുപോലെ ഡിജിറ്റ് സം എന്ന് പറയുന്ന 12 ആണ്. 12 ഈസ് ഡിവിസിബിൾ ബൈ 3, therefore 66 ഈസ് ഓൾസോ ഡിവിസിബിൾ ബൈ 3. അപ്പോൾ അത് എന്താണ്? ഡിവിസിബിൾ ബൈ 3 ആണ്. അപ്പോൾ ഇത് ഡിവിസിബിൾ ബൈ 2 ആൻഡ് ഡിവിസിബിൾ ബൈ 3, therefore 66 ഈസ് ഡിവിസിബിൾ ബൈ 6. അപ്പൊ ഒരു നമ്പർ ഡിവിസിബിൾ ബൈ 2 ഡിവിസിബിൾ ബൈ 3 ആണെങ്കിൽ ആ നമ്പർ ഡിവിസിബിൾ ബൈ 6 ആയിരിക്കും. ഇതാണ് 6ന്റെ ഡിവിസിബിലിറ്റി റൂൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്പർ ഡിവിസിബിൾ ബൈ 2 ആയിരിക്കണം, അതുപോലെ ഡിവിസിബിൾ ബൈ 6 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ ഡിവിസിബിൾ ബൈ 3 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 6 എന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരു എക്സാമ്പിൾ കൂടെ ചെയ്യാം. മറ്റൊരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ 1062, 1062 ഇത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 6 ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യാം? നമ്മൾ യൂണിറ്റ് പ്ലേസ് നോക്കാം, 2 ആണ്. 2 ആയതുകൊണ്ട് ഡിവിസിബിൾ ബൈ 2 എന്ന് പറയും, അല്ലെ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഈ നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇനി എന്ത് ചെയ്യാം? ഡിജിറ്റ് സമ്മ് നോക്കുക, 0 പ്ലസ് 6 പ്ലസ് 2, 1 പ്ലസ് 0 1, 7 9. 9 എന്ന് പറയുന്നത് ഡിവിസിബിൾ ബൈ 3 ആണ്. അതുകൊണ്ട് ഈ നമ്പർ എന്തായിരിക്കും? ഡിവിസിബിൾ ബൈ 3 ആയിരിക്കും, അല്ലെ? ഇപ്പൊ നമ്പർ ഡിവിസിബിൾ ബൈ 2 ആണ്, യൂണിറ്റ് പ്ലേസ് 2 ആയതുകൊണ്ട്. അതുപോലെ ഡിജിറ്റ് സമ്മ് 9 ആയതുകൊണ്ട് നമ്പർ ഡിവിസിബിൾ ബൈ 3 ആയിരിക്കും. ഈ റൂൾസ് നമ്മൾ ആദ്യം ഒന്നാമത്തെ പാർട്ടിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഡിവിസിബിൾ ബൈ 2 ഡിവിസിബിൾ ബൈ 3 ആയതുകൊണ്ട് ഈ നമ്പർ എന്തായിരിക്കും? കംപ്ലീറ്റ് ആയിട്ട് ഡിവിസിബിൾ ബൈ, അല്ലെ? ഇത് ഡിവിസിബിൾ ബൈ 6 ആയിരിക്കും. അപ്പോൾ ഒരു നമ്പർ 2 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും, അതുപോലെ 3 കൊണ്ടും കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ആ ഹോൾ നമ്പർ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 6 ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതാണ് ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 6 വരുന്നത്. ഓക്കെ, നമുക്ക് ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 7 നോക്കാം. 7 ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു റൂളാണ് 7ന്റെ റൂൾ വരുന്നത്. അപ്പൊ 7ന്റെ റൂളിൽ നമ്മൾ 3 ഡിജിറ്റ് നമ്പേഴ്സ് ആണ് നോക്കുന്നത്. അപ്പൊ ഇവിടെ 3 ഡിജിറ്റ് നമ്പേഴ്സ് നോക്കുമ്പോൾ ഇതിന്റെ റൂൾ, ജനറൽ ആയിട്ടുള്ള റൂൾ എന്ന് പറയുന്നത് ഒരു ABC 3 ഡിജിറ്റ് നമ്പർ ABC എടുത്തു കഴിഞ്ഞാൽ ABC എന്ന് പറയുന്ന നമ്പർ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 7 ആണോ ചെക്ക് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത് AB മൈനസ് AB എന്ന് പറയുന്നത് ഈ ഒരു 2 ഡിജിറ്റ് പാർട്ട് മൈനസ് C ഇൻറ്റു 2. ഈ ഒരു ഫോമിൽ നമ്മൾ ആൻസർ കണ്ടുപിടിക്കാം. AB മൈനസ് C ഇൻറ്റു 2. C എന്ന് പറയുന്നത് ലാസ്റ്റ് ഡിജിറ്റിന്റെ ഡബിൾ കണ്ടുപിടിക്കുക, അത് ഫസ്റ്റ് 2 ഡിജിറ്റിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുക. അങ്ങനെ ചെയ്താൽ കിട്ടുന്ന നമ്പർ ഡിവിസിബിൾ ബൈ 7 ആണെങ്കിൽ നമുക്ക് പറയാം എന്താണ്? ഈ നമ്പർ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 7 ആണെന്ന് പറയാം. എക്സാമ്പിൾ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇത് ജനറൽ ആയിട്ടുള്ള ഒരു ഫോം ആണ്. 3 ഡിജിറ്റ് അല്ലെങ്കിൽ 4 ഡിജിറ്റ് ആണെങ്കിലും 5 ഡിജിറ്റ് ആണെങ്കിലും ഈ ഒരു ഫോം തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതായത് ലാസ്റ്റ് ഡിജിറ്റിന്റെ ഡബിൾ എടുക്കുക, അത് റിമൈനിങ് ഡിജിറ്റിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യും. അങ്ങനെ സബ്ട്രാക്ട് ചെയ്ത് കിട്ടുന്ന ലാസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ കിട്ടുന്നത് വരെ ചെയ്തിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോസസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ കിട്ടുന്ന നമ്പർ എന്താണോ നോക്കുക, 7 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ടോ നോക്കുക. അങ്ങനെ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണെങ്കിൽ ഈ നമ്പർ എന്തായിരിക്കും? കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 7 ആയിരിക്കും. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കിയിട്ട് ചെയ്യാം. ഒരു എക്സാമ്പിൾ ആയിട്ട് 147 എടുക്കാം. അപ്പൊ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് 147 ഡിവിസിബിൾ ബൈ 7 ആണോ ചെക്ക് ചെയ്യാം. അപ്പൊ ചെയ്യേണ്ടത് എന്താ? 147 എങ്ങനെ എഴുതണം? ആദ്യത്തെ 2 ഡിജിറ്റ് 14, പിന്നെ മൈനസ് ലാസ്റ്റ് യൂണിറ്റ് പ്ലേസ് 7 ആണ്, അതിന്റെ ഡബിൾ കണ്ടുപിടിക്കുക, 7 ഇൻറ്റു 2.
ഇപ്പൊ 14 മൈനസ് 7 into 2 എന്ത് തന്നെയാണ് 14 തന്നെയാണ്. 0 കിട്ടും. നമുക്കറിയാം 0 എന്ന് പറയുന്നത് ഡിവിസിബിൾ ബൈ 7 ആണ്. 0/7 0 ആണ്. അപ്പോൾ 0നെ നമുക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് നമുക്ക് എന്ത് പറയാം 147 ഈസ് ഓൾസോ ഡിവിസിബിൾ ബൈ 7 എന്ന് പറയാൻ പറ്റും. അപ്പൊ 0 ആണ് കിട്ടുന്നതെങ്കിലും അല്ലെങ്കിൽ ഇവിടെ സബ്ട്രാക്ട് ചെയ്താൽ കിട്ടുന്ന നമ്പർ 7ന്റെ ഒരു മൾട്ടിപ്പിൾ ആണെങ്കിലും നമുക്ക് എന്ത് പറയാൻ പറ്റും, അത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 7 ആണെന്ന് പറയാൻ പറ്റും. ഒരു എക്സാമ്പിൾ കൂടെ ചെയ്ത് നോക്കാം. ഓക്കെ, 294 ചെയ്യേണ്ടത് 294 കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 7 ആണോ ചെക്ക് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്താൽ മതി, എടുക്കുക ലാസ്റ്റ് 2 ഡിജിറ്റ് 29 ആണ്, മൈനസ് യൂണിറ്റ് പ്ലേസ് 4 ആണ്, 4നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ അല്ലെങ്കിൽ അതിന്റെ ഡബിൾ കണ്ടുപിടിക്കുക. 29 മൈനസ് 4 into 2 8 ആണ്. 29 മൈനസ് 8 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും, 21 കിട്ടും. നമുക്കറിയാം 21 ഈസ് ഡിവിസിബിൾ ബൈ 7. 7 into 3 21 ആണ്. 21 ഈസ് ഡിവിസിബിൾ ബൈ 7. അപ്പൊ ഈ ഒരു നമ്പർ ഡിവിസിബിൾ ബൈ 7 ആയതുകൊണ്ട് എന്ത് പറയാം നമുക്ക്, 294 ഈസ് ഓൾസോ ഡിവിസിബിൾ ബൈ 7. 21 ഡിവിസിബിൾ ബൈ 7. അപ്പൊ ഈ ഒരു കാൽക്കുലേഷൻ ചെയ്തിട്ട് കിട്ടുന്ന നമ്പർ ഡിവിസിബിൾ ബൈ 7 ആണെങ്കിൽ എന്ത് പറയാം നമുക്ക്, ആ ഹോൾ നമ്പർ ഡിവിസിബിൾ ബൈ 7 ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇതാണ് ഈ ഒരു ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 7 വരുന്നത്. ഈ ഒരു ഫോമിൽ മറ്റ് ചില നമ്പേഴ്സിന്റെ ഡിവിസിബിലിറ്റി റൂൾ കൂടെ വരുന്നുണ്ട്. ഓക്കെ, ആ സമയത്ത് നമുക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ 7ന്റെ ഡിവിസിബിലിറ്റി റൂൾ ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, ഇപ്പൊ 3 ഡിജിറ്റ് ആണെങ്കിലും 4 ഡിജിറ്റ് ആണെങ്കിലും ഒക്കെ ഈ ഒരു ഫോം തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ജനറൽ ആയിട്ട് നമുക്ക് ഒരു 4 ഡിജിറ്റ് നമ്പർ ABCD വരുവാണെങ്കിൽ ABCD വരുവാണെങ്കിൽ എന്ത് ചെയ്യണം, ABC എഴുതുക മൈനസ് D into 2. അപ്പൊ ഈ ഒരു നമ്പർ എന്ത് ചെയ്യും, സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 ഡിജിറ്റ് നമ്പർ ആണ് കിട്ടുക. പിന്നെയും ഈ റൂൾ തന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് 2 ഡിജിറ്റിലേക്ക് മാറും. ആ 2 ഡിജിറ്റ് ഡിവിസിബിൾ ബൈ 7 ആണെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ചെയ്യാം. ഒരു 4 ഡിജിറ്റ് നമ്പർ ഡിവിസിബിൾ ബൈ 7 ആണ് നമുക്ക് കിട്ടും. അപ്പൊ ഇതാണ് 7ന്റെ ഡിവിസിബിലിറ്റി റൂൾ. അതുപോലെ 6ന്റെ. ഓക്കെ, അപ്പൊ 6ന്റെ റൂൾ വരുന്നത് ഡിവിസിബിൾ ബൈ 2 and 3 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 6 എന്ന് പറയാം. 7 ആണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ആ ഡിജിറ്റിന്റെ ലാസ്റ്റ് ഡിജിറ്റ്സ് മൈനസ് ഡബിൾ ഓഫ് യൂണിറ്റ് പ്ലേസ്, അത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 7 ആണെങ്കിൽ ഹോൾ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 7 ആണ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇതാണ് ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 6 and 7. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ മറ്റൊരു ട്രിക്കുമായിട്ട് വരാം. ഇതുവരെ ബൈ.